മണ്ണാർക്കാട് കോടതി അന്ന് ശിക്ഷ വിധിക്കുമ്പോൾ, അതായത് ഈ പ്രതികളെ ആദ്യമായിട്ട് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ സമയം മുതൽ ശിക്ഷ വിധി പറഞ്ഞ ദിവസം ഞാൻ അന്ന് പറഞ്ഞത് ഒരേ ഒരു വാക്കാണ്: കുറ്റക്കാരെന്ന് കണ്ടെത്തിയതിൽ സന്തോഷം, ശിക്ഷ കുറഞ്ഞുപോയി, ഇത് പോരാ. ഇതാണ് ഞാൻ അന്ന് പറഞ്ഞ വാക്ക്. ഈ ചെയ്ത ഒരു അക്രമത്തിന് വളരെ കുറഞ്ഞ ശിക്ഷയാണ് ആ കോടതി അന്ന് നൽകിയത് എന്ന് അഭിപ്രായമുണ്ടായിരുന്നു നമുക്ക് അന്ന് തന്നെ. അതെന്തായാലും മാറ്റാനിവിടെ സാധിച്ചിട്ടുണ്ട്. വിക്ടിമിനെ സംബന്ധിച്ച് അവരുടെ കോമ്പൻസേഷൻ എൻഹാൻസ് ചെയ്തു. വിക്ടിം അപ്പീൽ പാർട്ടിലി അലൗഡാണ്. അതൊക്കെ ഇവിടെ സാധിച്ചു. പക്ഷേ ഇപ്പോഴും അതിൽ സങ്കടകരമായ വസ്തുതയുള്ളത് 304 പാർട്ട് 2-ലാണ് കൺവിക്ഷൻ ഉള്ളത്. ആ 302-ലേക്ക് കൺവേർട്ട് ചെയ്ത് വരുവാനായിട്ടുള്ള ഒരു സംഭവം ഇവിടെ സാധിച്ചിട്ടില്ല. അതെന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് പൂർണ്ണമായി ജഡ്ജ്മെൻറ്റ് കിട്ടി പഠിച്ചതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ A1-നെതിരെ A1-നെ അവിടെ കൺവിക്റ്റ് ചെയ്തതാണ്. ഹുസൈനെ അവിടെ ഈ ബാക്കി പ്രതികളോടൊപ്പം തന്നെ ശിക്ഷിച്ച ഒരു പ്രതിയാണ് A1. അദ്ദേഹത്തിനവിടെ അക്വിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ട് പരിശോധിച്ച് ഉചിതമായിട്ട് അതിന് ചെയ്യേണ്ട തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഹുസൈൻ്റെ കാര്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും അതൊരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളിത് പ്രതീക്ഷിച്ചിരുന്നതല്ല. തീർച്ചയായിട്ടും എന്താണ് അതിൻ്റെ കാര്യങ്ങളൊന്നും നോക്കി പരിശോധിച്ചതിന് ശേഷം അതിൻ്റെ അനന്തരം നടപടികളുമായിട്ട് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും.